എങ്ങനെയുണ്ട് പൂരം? പൂരം ഫസ്റ്റ് ടൈമാണ്. ആണോ? ആദ്യമായിട്ടായിരുന്നു കയറിയെന്നോ? പേരെന്താ ചേട്ടാ? സാഗർ. സാഗർ. എവിടെയാ? ഞങ്ങള് ഗുരുവായൂരടുത്താ. ഇവിടെ ഗുരുവായൂർ തന്നെയാണ്? അല്ല, ഞാൻ UK ലാ. അപ്പോൾ ലീവിന് ഇതിനായിട്ട് വന്നു. പൂരത്തിന് വേണ്ടിയിട്ട് ലീവ്. സാധാരണ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന മനുഷ്യന്മാരൊക്കെ അങ്ങനെ പൂരത്തിന് വേണ്ടി ലീവ് എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇത് കുറേ കാലമായി, ഞാനവിടെ 17 വർഷമായി. അപ്പോൾ ഇതുവരെ വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം ലീവ് കിട്ടിയപ്പോൾ അങ്ങോട്ട് വന്നു. ഇവിടെ ഇന്നലെ ഉണ്ടായിരുന്നു സാമ്പിളൊക്കെ ഉണ്ടോ? സാമ്പിളിന് വരാൻ പറ്റിയില്ല. അപ്പോൾ അതാ കാലത്ത് ഇതിനായിട്ട് മറ്റേ രാമുള്ളപ്പോൾ വരാനെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ചാൻസ് ഇല്ല, ലീവൊന്നും കിട്ടാറില്ല. അപ്പോൾ ഇപ്രാവശ്യം ലീവ് കിട്ടിയപ്പോൾ വന്നാ. എല്ലാവർക്കും പറയാനുള്ള ഒറ്റ പേരേ ഉള്ളൂ, തെച്ചിക്കോട്ട് രാമേന്ദ്രൻ. നമ്മുടെ രാമനാണ്. രാമൻ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. പിന്നെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. പൂരത്തിന്റെ ഉഷാറാവട്ടെ പൂരം. ഇപ്പൊ എന്തായാലും നാളത്തെ ചടങ്ങെല്ലാം കഴിഞ്ഞു ഇവിടെ ഉണ്ടാവും. അപ്പൊ ഗുരുവായൂരാണ്, വളരെ അടുത്ത് തന്നെയാണ് പോയി വരാനൊക്കെ. ശരി, ഓക്കെ. അപ്പോൾ പൂരം അതിൻ്റെ ആവേശത്തിലേക്ക് എത്തുകയാണ്. ഇനി വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. 10 മണിയോടുകൂടി ഈ തെക്കോട്ടിറക്കം എന്നുള്ള വിശ്വപ്രസിദ്ധമായിട്ടുള്ള വിളംബരം, പൂരത്തിൻ്റെ വിളംബരം നമ്മൾ കാണും. പ്രേക്ഷകരിലേക്ക് ആ ദൃശ്യങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും നമ്മൾ എത്തിക്കും. വീടുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ പൂരം അതിൻ്റെ മുഴുവൻ ആവേശത്തോടെയും കാണാൻ കഴിയും എന്നുള്ള ഉറപ്പ് കേരള വിഷൻ നിങ്ങൾക്ക് നൽകുകയാണ്. എന്തായാലും ആ ഒരു ഉറപ്പ് ഞങ്ങൾ കൃത്യമായ രീതിയിൽ പാലിക്കുകയും ചെയ്യും എന്ന് പ്രേക്ഷകരോട് ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുന്നു. ഒപ്പം പൂരത്തിൻ്റെ ആവേശം അത് ഇനി ഉള്ള നിമിഷങ്ങളെല്ലാം തന്നെ പൂരത്തിൻ്റെ ആവേശങ്ങൾ നിറയുന്നത് തന്നെയായിരിക്കും. ഓരോ കാഴ്ചകളിലും പൂരം തന്നെയാണ്. ഓരോ കാഴ്ചകൾ, അങ്ങനെ ചെറിയ ഓരോരോ കാഴ്ചകൾ തന്നെയാണ് ഈ പൂരത്തെ ഏറ്റവും മനോഹരമാക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ പൂരപ്പറമ്പിനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ കാര്യങ്ങളും പൂരത്തിന്റെ നടത്തിപ്പുകാരാകുന്ന സമയം. അതായത് ഒരു കുട്ടി പോലും വെറുതെ നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ വന്ന ശേഷം കണ്ട കാഴ്ചകളാണ് ഈ പറയുന്നത്. ഓരോ ആൾക്കാരും അവരവരുടെ ജോലികളിൽ ഇങ്ങനെ കർമ്മ നിരതരായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ആനകളുടെ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ഒപ്പം തന്നെ നമുക്ക് ഈ ചമയ പ്രദർശനം ആരംഭിച്ചിട്ടുണ്ട്. അത് ഇന്നലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ ദൃശ്യങ്ങൾ, അതിൻ്റെ വിസ്മയങ്ങളെല്ലാം തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കും. തുടർ വാർത്തകളിലൂടെ, വാർത്തകളുടെ ഇടവേളകളിലൊക്കെ തന്നെ നമ്മൾ അത് കൃത്യമായ രീതിയിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. അവിടെ നിരവധിയായിട്ടുള്ള വിസ്മയ കാഴ്ചകൾ തന്നെയാണ് ഈ ഇരു ദേവസ്വങ്ങളുടെയും ചമയ കാഴ്ചകളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഒപ്പം തന്നെ ഇവിടെ പൂരനഗരിയിൽ തന്നെ പ്രത്യേകമായ രീതിയിലൊരു പ്രദർശന സജ്ജീകരിച്ചിട്ടുമുണ്ട് അല്ലെ? പൂരപ്രദർശനം അത് എക്സിബിഷനാണ്, എല്ലാ പ്രാവശ്യവും ഉണ്ടാവാറുള്ളതാണ്. നമുക്കറിയാം ഇപ്രാവശ്യം കുറച്ച് വിവാദമൊക്കെ ഉണ്ടായിരുന്നു എക്സിബിഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. പക്ഷെ അതൊക്കെ ഒഴിഞ്ഞു. അതാ പറയുന്നത്, ഓരോ വിവാദങ്ങളും അവസാന ഘട്ടമാകുമ്പോഴത്തേക്കും അനുകൂലമായി മാറുന്നൊരു സാഹചര്യം. അതാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. എല്ലാവരും സ്നേഹത്തിന്റെ, സൗഹൃദത്തിന്റെ ഒക്കെ ഒരു കൂട്ടായ്മയുടെ ഒക്കെ ഒരു കാഴ്ച അനുഭവം തന്നെയാണ് തൃശ്ശൂർ പൂരം എന്ന കാര്യം തർക്കമില്ല. എന്തായാലും പൂരനഗരത്തിൽ നിന്ന് താൽക്കാലികമായി